ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കിപ്പോൾ വണ്ടി കിലോമീറ്റർ അടിസ്ഥാനം നോക്കുമ്പോൾ 28,611 28,611 വണ്ടി ഇപ്പോൾ ഓടിയാണ് കിലോമീറ്റർ. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാൽ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യുക, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് എടുക്കാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ബ്രേക്ക് സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അത്രയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയ കംപ്ലൈൻറ്റ്. പിന്നെ നമ്മൾ വണ്ടി ചെക്ക് ചെയ്ത് വണ്ടി വർക്കിന് കയറ്റുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് സ്വിച്ച് ഓൾറെഡി കംപ്ലൈൻ്റ് ഉണ്ട്. മീറ്ററിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഒരു സൈഡ് ബൾബ് പോയിട്ടുണ്ട്, പാർക്ക് ബൾബ്. പിന്നെ ഹെഡിൻ്റെ സൈഡ് ലീക്ക് ഉണ്ട്. അങ്ങനെ കുറച്ച് പ്രോബ്ലംസാണ് വേറെ നമുക്ക് തോന്നിയത് കേട്ടോ. നമുക്ക് സർവീസിൻ്റെ അനുവദിച്ച് റെഗുലർ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് തീരെ കുറവായിരുന്നു. നമുക്ക് ലൈനർ നോക്കുമ്പോൾ കമ്പനി ലൈനർ കിടക്കണേ കുറേ കൂടി നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സർവീസും കൂടി നമുക്ക് ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റ് ചെയ്തിടാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. അതേപോലെ ബാക്ക് വീൽ പിടിക്കുന്നത് ഈ ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ടയറായാലും പുതിയ ടയർ കിടക്കണേ. ഹബിൻ്റെ ഭാഗത്ത് ലൈൻ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ലൈനിനകത്ത് വീണിട്ടുണ്ട്. പക്ഷേ കംപ്ലയിൻസ് എന്ന് പറയാവുന്ന സ്റ്റേജൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ഗിയർ ഓയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണ്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണേ. ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്. അതൊന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം. CVT ക്ലച്ച് ആയതുകൊണ്ട് ക്ലച്ച് ഗ്രീസ് ചെയ്യണം. അതിൻ്റെ ഓരോ പാർട്സുകളും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അയച്ചതാണ്. നമുക്ക് ബെൽറ്റ് നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ് കിടക്കണം. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിന് ഇതുമ്പോൾ കിടക്കുന്നത്. ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല, പുതിയ ബെൽറ്റാണ്. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, പീസെറ്റ് സ്ലൈഡ്, ഇതൊക്കെ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നില്ല. നോർമൽ നമ്മുടെ ഉപയോഗം അനുസരിച്ച് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തേമാനമുണ്ട്. ക്ലച്ച് യൂണിറ്റ് എല്ലാം ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഔട്ടറിനകത്തൊക്കെ ഈ പൊടി കിടക്കണതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ജർക്കിങ് കാണിക്കുന്ന അതിൻ്റെയാണ്. പിന്നെ അത് നമ്മൾ ക്ലച്ച് ഔട്ടർ പ്രാവശ്യം പോളിഷ് ചെയ്തേക്കണതാണ്. അപ്പോൾ അതിനകത്ത് ഈ ക്ലച്ച് ഔട്ടറിനകത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചെറിയ തേമാനം കാണുന്നുണ്ട്. ഈ സൈഡ് നോക്കുമ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ഒരല്പം കയറി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ചെറുതായിട്ടൊരു ടച്ചിങ് വന്നുണ്ട്, ഇപ്പുറത്തൊരു ടച്ചിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ജർക്കിങ്ങിൻ്റെ പ്രശ്നം വരാം. നമുക്ക് അത് തൽക്കാലം ക്ലീൻ ചെയ്തിടാം. കാരണം ഇത് നമ്മൾ ഒരു പ്രാവശ്യം പോളിഷ് ചെയ്തതിനാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇതുമ്പോൾ തന്നെ ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കഥയില്ല. അപ്പോൾ പരമാവധി ഉപയോഗിക്കാം. ഒരു രക്ഷയില്ലാണ്ട് വീണ്ടും കുറേ കൂടി ഓടുന്നതിനനുസരിച്ച് കംപ്ലയിൻറ്റ് കൂടുതൽ വരും. അപ്പോൾ തീരെ ജർക്കിങ് വന്ന സമയത്ത്, നല്ല രീതിയിൽ ജർക്കിങ് കണ്ടിന്യൂസ് ആയിട്ട് വന്ന സമയത്ത് ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റും ഈ ക്ലച്ചസും കൂടി മാറ്റിക്കളയാം. അതോടുകൂടി ആ കംപ്ലയിൻറ്റ് മാറിക്കോളും. അതാണൊരു ശാശ്വത പരിഹാരം എന്ന് പറയാനുള്ളൂ. ഇപ്പോൾ നിലവിൽ നമ്മൾ ക്ലീൻ ചെയ്തിടുമ്പോൾ ഇപ്പോൾ പ്രശ്നം കാണിക്കില്ല. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ജർക്കിങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം നോർമലായിട്ടുള്ള രീതിയിലല്ല അതിൻ്റെ ഉള്ളിലെ തേമാനങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നത് കേട്ടോ. തൽക്കാലം അങ്ങനെ ഓടിക്കോട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്, ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാസ്കറ്റും ആ റബ്ബറും മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പിന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ രണ്ടും ചെക്ക് ചെയ്തിരുന്നു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ കാർബറേറ്ററിൻ്റെ കേസ് പറയണ്ടല്ലോ. ഇപ്പോഴത്തെ E20 പെട്രോളിൻ്റെ ഉപയോഗം മൂലം ഒട്ടുമിക്ക വേണ്ടി കാർബറേറ്റർ കംപ്ലയിൻ്റ് ആണ്. പക്ഷേ നമ്മുടെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ തൽക്കാലം കാർബറേറ്ററിൻ്റെ ഭാഗം നമുക്ക് കഴിക്കണ്ട. ഓൾറെഡി ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല. നമ്മൾ അഡീഷണൽ ആവശ്യമാണെങ്കിൽ അഡീഷണൽ പേ ചെയ്യേണ്ട കേസാണ്. പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടും ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോൾ ആയതുകൊണ്ടും അതിൻ്റെ ഉപയോഗം മൂലം വണ്ടിക്ക് കംപ്ലയിൻറ്റുകൾ കൂടുതലായതുകൊണ്ടും കാർബറേറ്റർ വേറെ പ്രോബ്ലം കാണിക്കുന്നത് വരെ തൊടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റാണ് മെയിനായിട്ട് വരാം. പെട്രോൾ ഓവർഫ്ലോ അത് എപ്പോൾ വേണമെങ്കിലും വരാം. അത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് അയച്ചാൽ മതി കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രീൻ ബുഷ്, ഈ ഷോക്കിൻ്റെ ബുഷ് നല്ല രീതിയിൽ ഓവലായി പോയി. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. കോളർ ബുഷ് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നോക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ ലിങ്കിൻ്റെ ബുഷ് പറ്റില്ല, ഗ്രീസ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോളർ മാത്രം ഒന്ന് മാറ്റിയിടാം. ഫ്രണ്ട് വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ടയറായാലും നല്ല ടയർ അടക്കണേ. ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ഇരിക്കുന്നത് 2025 ബാറ്ററിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. 13.12. ലോഡ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയൊരു വേരിയേഷൻ വന്നുള്ളൂ. 12.85 ആവറേജൊക്കെ വന്നു. അപ്പോൾ കംപ്ലയിൻ്റ് ഒന്നും പറയാനൊന്നുമില്ല. ഫ്രഷ് ബാറ്ററിയാണ്, മാക്സിമം പവർ കിട്ടുന്നുണ്ട് അതിൽ. പിന്നെ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക്, ആ സൈഡിലെ ബാക്ക് ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് അടിക്കുമ്പോൾ എടുക്കണില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ സ്വിച്ചിൻ്റെയാണ് കംപ്ലയിൻറ്റ്. പിന്നെ ഈ മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു പാർക്ക് പോയിട്ടുണ്ട്, ഒരു പാർക്ക് ബൾബ്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ഒരു സൈഡ് തിരിഞ്ഞിട്ടാണ്, ഒരു സൈഡ് ഉണ്ട് ഒരു സൈഡ് ഇല്ല. അപ്പോൾ ആ ഒരു ബൾബ് മാറ്റിയിട്ട് അത് ഓക്കെ ആയിക്കോളും. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഒളിച്ചിട്ട് പൊട്ടിക്കൊരു ലെവൽ കുറവ് പോലെ തോന്നണുണ്ട് കേട്ടോ. വേറെ കാര്യമായിട്ടുള്ള പ്രശ്നമല്ല. നമുക്ക് 800 മില്ലി തന്നെ, ഏകദേശം ഒരു 10-100 മില്ലിയൊക്കെ ഓക്കെ. അപ്പോൾ അതിടയ്ക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. നമുക്ക് കിലോമീറ്റർ മാറിപ്പോകേണ്ടതെന്നുള്ള ദിവസം നോക്കിയാണ് കേട്ടോ. വണ്ടിക്ക് ഓട്ടം കൂടുതൽ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും
3000 കിലോമീറ്റർ എന്നുള്ള അതിൽ കൂടുതൽ ഓട്ടം ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ശ്രദ്ധിച്ചേക്കണം. വേറെ അങ്ങനെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടുള്ള കുറവൊന്നുമില്ല, ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. പിന്നെ അതിൻ്റെ വാട്ടർ സർവീസൊക്കെയാണ് പിന്നെ വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം ഒരു 3 മണി 3:30 ആകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വല്ല കറണ്ട് പോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലാണ് ടൈമിൽ വേരിയേഷൻ വരുള്ളൂ. ഞാൻ നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ കൂട്ടി ഇൻഫോം ചെയ്തേക്കാം. ഓക്കെ.